ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സസൈസ് ആയല്ലോ. നമുക്ക് നോക്കാം. എക്സസൈസ് 1.2ന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറേ എണ്ണം ഉണ്ട്. ഞാനിപ്പം കുറച്ച് എഴുതിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്യാം. ഒത്തിരി ഉണ്ടല്ലോ. ഓക്കെ, ഇതൊക്കെ ചെറുതാണ്. 3 × -1. നമ്മൾ ആദ്യം മൈനസ് സൈനും പ്ലസും ഒന്നും നോക്കുന്നില്ല, വെറുതെ മൾട്ടിപ്ലിക്കേഷൻ. 3യുടെ സൈൻ മക്കളെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണ്? പ്ലസ്. അപ്പൊ 3 × 1 എത്രയാണ്? 3. ഇനി പ്ലസും മൈനസും, പ്ലസ് സൈനും മൈനസ് സൈനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്നാന്ന് നിങ്ങൾക്ക് അറിയാം? മൈനസ് ആണ്. നമ്മൾ എത്ര കിട്ടും ആൻസർ? -3. ശരിയല്ലേ? -3. ഇനി അടുത്തത് നോക്കാം. -1 × 225. ഏത് സംഖ്യ? നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ് 1. ഏത് സംഖ്യ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം സംഖ്യ തന്നെ. നോക്ക്, 225 × 1 225 തന്നെ. സൈൻ ശ്രദ്ധിക്കണം അല്ലേ? ഏതാണ്? -1ഉം +225. പ്ലസും മൈനസും കൂടെ വന്നാൽ ആൻസർ ഈസ് -225. എളുപ്പമല്ലേ? ഓക്കെ, അടുത്തത് -21 × -30. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 21ഉം 30 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 അല്ലേ? രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷനാണ് വന്നേക്കുന്നത്. 2 മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആയിരുന്നു മക്കളെ പ്ലസ്. അപ്പൊ +630. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്തൊക്കെ 316 × -316 × -1. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ആൻസർ തന്നെ, 316. ഇവിടെ 2 മൈനസ് തമ്മിലാണ് മൾട്ടിപ്ലിക്കേഷൻ. മൈനസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് പ്ലസ്. ഓക്കെ, ഇത്ര മനസ്സിലായില്ലേ? അപ്പം ഇത്ര ഒരു ചെറുതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിന് റബ്ബ് ചെയ്യുവാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? പ്ലസും മൈനസും മാത്രം ഉപയോഗിക്കാനൊന്നും പഠിച്ചാൽ മതി. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഇച്ചിരി വലുതുണ്ട്, നമ്മളത് ചെയ്യാൻ പോവാണ്. ഇയാണ് -15 × 0 × -8. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് കണ്ട ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഓർക്കണം, 3 എണ്ണം ഉണ്ട്. നമുക്കറിയാം, വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാം. -15 0 കൊണ്ട് ഇതിനെ ഇങ്ങനെ ചെയ്യാം. പക്ഷെ നമുക്ക് കുറെ പ്രോപ്പർട്ടികൾ പഠിച്ചു. ആ പ്രോപ്പർട്ടി എന്തിനു വേണ്ടി തന്നതാണ്? നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പമാകാൻ വേണ്ടി തന്നതല്ലേ. അപ്പൊ നമ്മൾ പ്രോപ്പർട്ടി ഉപയോഗിക്കണം. ഇവിടെ നമ്മൾ ഏത് പ്രോപ്പർട്ടി ഉപയോഗിക്കും? നിങ്ങൾ പറ. നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് പ്രയോഗിക്കാനാണ് തോന്നുന്നത്? അത് തന്നെ, അസോസിയേറ്റ് ചെയ്യും. നമ്മൾ അസോസിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഇവരെ രണ്ടുപേരെ അസോസിയേറ്റ് ചെയ്യാം, അല്ലെ ഇവരെ രണ്ടുപേരെ അസോസിയേറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്താലും സെയിമേ കിട്ടത്തുള്ളൂ. അപ്പൊ ഇവരെ രണ്ടുപേരും ഞാൻ ചെയ്യാൻ പോണേ. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത്? -15 × 0, ഒരു ബ്രാക്കറ്റിൽ ഇങ്ങനെയാണ് അസോസിയേറ്റ്. കണ്ടോ, നമ്മൾ ആ പഠിച്ച പ്രോപ്പർട്ടീസ് ഒക്കെ പ്രയോഗിക്കുന്നുണ്ടോ? ഇങ്ങനെ വരും. ക്വസ്റ്റ്യൻ ഇങ്ങനെ തരത്തുള്ളൂ. നിങ്ങൾ തന്നെ ചിന്തിച്ച് ഏത് പ്രോപ്പർട്ടി ചെയ്യണം നിങ്ങൾ ചിന്തിക്കണം. കണ്ടോ, -15 × 0 ഇൻറ്റു നമ്മുടെ -80 ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ ബ്രാക്കറ്റ് കിടക്കുന്നത് ആദ്യം. -15 × 0. ഏത് സംഖ്യയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്നാ മക്കളെ ആൻസർ? 0. അവിടെ പിന്നെ പ്ലസും മൈനസും ഒന്നും നോക്കണ്ട. 0 ഇൻറ്റു അടുത്തേതാ? -80. ഇവിടെയും 0 × -18 വന്നിരുന്നത്. ഏത് സംഖ്യയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് 0. നമ്മുടെ ഫൈനൽ ആൻസർ എന്നാണ്? 0. എളുപ്പമല്ലേ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ ഓർത്തല്ലേ ഇത് എങ്ങനെയായിരിക്കും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്? എളുപ്പമല്ലേ മക്കളെ? ഇത്രയുള്ളൂ. ഞാൻ അന്നേരം പറഞ്ഞല്ലേ. നമുക്ക് അടുത്ത ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണോ? അടുത്ത ഡിസ്ട്രിബ്യൂട്ടീവ് ആണോ നിങ്ങൾ പറയണേ. ക്വസ്റ്റ്യൻ എഴുതാം. എഫ് ആണ് -12 ഇൻറ്റു -11 ഇൻറ്റു 10. ഏത് പ്രോപ്പർട്ടി പ്രയോഗിക്കും? നമ്മൾ ഏത് പ്രോപ്പർട്ടി പ്രയോഗിക്കും? പറ. അത് തന്നെ, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇവിടെ ഇങ്ങനെ എടുക്കട്ടെ. -12 ഇൻറ്റു -11 ഒരു ബ്രാക്കറ്റ്. നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാം കേട്ടോ. ഇൻറ്റു 10. അല്ലാതെ പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും വേണമെങ്കിൽ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യിക്കാം. ഇനി 12 × 11 എത്രയായിരിക്കും? 12 × 11 മൾട്ടിപ്ലൈ നോക്കണം അല്ലേ? എനിക്ക് നോക്കണം. 132. 132. അപ്പൊ ഈ ആൻസർ എത്രയാണ്? 132. സൈൻ ശ്രദ്ധിക്കണേ. 2 മൈനസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആൻസർ ഈസ് പ്ലസ്.
അപ്പോൾ +132 പിന്നെ × 10 എളുപ്പമായില്ലേ? കണ്ടോ 132നെ 10 കൊണ്ട് രണ്ടും പ്ലസ് ആണ്, നോക്കേണ്ട ആവശ്യമില്ല. 1320 ആൻസർ എത്രയാണ്? 1000 + 1320. എളുപ്പമല്ലേ മക്കളെ? മനസ്സിലായില്ലേ ഇത്? അപ്പം നമ്മൾ 5 എത്രയാ F വരെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് പ്രോബ്ലം കൂടെ ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഒത്തിരി ലെങ്തി വീഡിയോസ് ആയി നിങ്ങൾ മടുത്തു പോകും, അതുകൊണ്ടാണ്. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.